നമ്മൾ കൊച്ചിയിലേക്ക് പോവുകയാണ്. അവിടെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് BJP പ്രതിഷേധിക്കുകയാണ്. അതിലേക്ക് ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കുന്നതുമാണ്. അർജുൻ മട്ടന്നൂർ ചേരുന്നു. അർജുൻ, ഇപ്പോഴും പ്രവർത്തകരും പോലീസും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റം കാണാം. ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്നുണ്ട്. അത് തടയാൻ ശ്രമിക്കുകയാണ് പ്രവർത്തകർ. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണല്ലേ പ്രതിഷേധം? വിനീത, ഇപ്പോൾ ഈ BJP നടത്തിയ ശേഷം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. അതിനിടെ പ്രതിഷേധം നടത്തുന്ന പ്രവർത്തകരെ ബലം ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനെതിരെ ഇപ്പോൾ പ്രവർത്തകർ തന്നെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സംസ്ഥാനത്തും K. സുരേന്ദ്രന്റെ നേതൃത്വത്തിലാണ് BJP-യുടെ മാർച്ച് സംഘടിപ്പിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ ജനഭരണത്തിനെതിരെ എന്ന പേരിൽ കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്കാണ് മാർച്ച്. കണയന്നൂർ താലൂക്ക് ഓഫീസിന് ഏതാനും മീറ്ററുകൾക്ക് അപ്പുറത്ത് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് ആദ്യം പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസ് തടഞ്ഞു. പിന്നീട് പലതവണ പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു. 3 തവണ പോലീസിന് ജലപീരങ്കി പ്രയോഗിക്കേണ്ടി വന്നു. അതിനുശേഷം പ്രവർത്തകർ തിരിഞ്ഞു പോകാൻ സാധിക്കാതെ റോഡിൽ കുത്തിയിരുന്നതോടുകൂടിയാണ് പോലീസ് ബലം ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നടക്കാൻ. ഇപ്പോൾ നേരത്തെ 2 ജീപ്പുകളിലാക്കി പ്രതിഷേധക്കാരെ കൊണ്ടുപോയിരുന്നു. ഇപ്പോൾ ഒരു ബസ്സിൽ മറ്റുള്ള പ്രവർത്തകരെയും കൂടി ഇപ്പോൾ പോലീസ് ബലം ഉപയോഗിച്ച് ബസ്സിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധമടക്കം പ്രവർത്തകർ നടത്തിയത്. എന്തായാലും പ്രവർത്തകരെ ഇവിടുന്ന് പൂർണ്ണമായും നീക്കി. സംസ്ഥാനത്തെ മിക്കയിടത്തും ഇത്തരത്തിൽ BJP ഇന്ന് പ്രതിഷേധ സമരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കൊച്ചിയിൽ കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്കും മാർച്ച് സംഘടിപ്പിച്ചത്. ആ മാർച്ചാണ് ഇത്തരത്തിൽ പോലീസ് തടഞ്ഞതോടുകൂടി പ്രതിഷേധക്കാർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുകയും തുടർന്ന് ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. എന്തായാലും അതിനുശേഷമാണ് ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നത്. ശരി, മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് കൊച്ചിയിൽ കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് BJP പ്രവർത്തകർ മാർച്ച് നടത്തിയത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായത്. പോലീസ് നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും വാക്കേറ്റവും ഉണ്ടായി. പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. അല്പമുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് BJP പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. അല്പസമയത്തിനകം സെക്രട്ടേറിയറ്റിലേക്ക് BJP-യുടെ മാർച്ച് നടക്കുകയും ചെയ്യും. കൂടുതൽ നേതാക്കൾ അങ്ങോട്ടേക്ക് എത്തിയതോടെയാണ് വീണ്ടും തർക്കമുണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും മാർച്ച് വലിയ രീതിയിൽ അക്രമാസക്തമായി. അർജുൻ മട്ടന്നൂർ തുടരുന്നുണ്ട്. അർജുൻ, പ്രവർത്തകരെ എല്ലാം അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ടോ? അല്പമുണ്ടോ? വലിയ സംഘർഷാവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നതല്ലേ? അതായത് വിനീത, പ്രവർത്തകരൊക്കെ തന്നെ സാധാരണ രീതിയിൽ ബലം ഉപയോഗിച്ച് പോലീസ് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. എന്നാൽ അതിനിടയിലാണ് പ്രവർത്തകർ മറ്റൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഈ പോലീസ് വാഹനത്തിനുള്ളിൽ വെച്ച് ഈ അറസ്റ്റ് ചെയ്ത് നീക്കിയ പ്രവർത്തകരെ പോലീസ് വാഹനത്തിനുള്ളിൽ വെച്ച് പോലീസ് മർദ്ദിച്ചു, അത്തരത്തിൽ അവർ കൊല്ലി എന്നുള്ള ഒരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ACP അടക്കമുള്ള പോലീസിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ മറ്റുള്ള പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. വാഹനം ഇവിടെ നിന്ന് കൊണ്ടുപോയി പ്രവർത്തകരെ ഇവിടെ നിന്നും പൂർണ്ണമായി മാറ്റി. പക്ഷേ ഈ വാഹനത്തിൽ കയറ്റിയ ശേഷം ചില പ്രവർത്തകരെ വാഹനത്തിനുള്ളിൽ വെച്ച് മർദ്ദിച്ചു, തല്ലി തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. ഈ പ്രവർത്തകരെയും ഇപ്പോൾ പോലീസ് ഇവിടെ നിന്ന് മാറ്റാനുള്ള ഒരു നീക്കം നടത്തുന്നത്. പ്രവർത്തകർ പ്രതിഷേധവുമായി മുദ്രാവാക്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. എന്തായാലും പ്രതിഷേധം